റൈറ്റ്. അഡ്വക്കേറ്റ് റഫ്താസ് പി പാറയിൽ ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. അഡ്വക്കേറ്റ് റഫ്താസ്, ഈ താങ്കൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അഭിഭാഷകനാണല്ലേ? ഈ DGP ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിരുന്നു, അത് മറികടന്ന് ADGP ഇടപെട്ടിരുന്നു എന്നുള്ള ഒരു വിവരമാണ്. അതിന്റെ അതൃപ്തി ഇപ്പോൾ വ്യക്തമാക്കുകയാണ്, വിശദീകരണം തേടുകയാണ് DGP. എങ്ങനെ ഒരു SP-ക്കും കമ്മീഷണർക്കും ഇത്തരത്തിൽ ഇടപെടാൻ കഴിയുമെന്നുള്ളത് എനിക്കറിയില്ല. എങ്കിൽ പോലും അത്തരത്തിലൊരു സംശയം നിങ്ങൾക്കുണ്ടായിരുന്നോ കുടുംബത്തിന്? ഞങ്ങളുടെ ആക്ച്വലി ഈ കേസ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. കാരണം കഴിഞ്ഞ 1 year ആയിട്ട് നമുക്കൊരു ഫൈനലായിട്ടൊരു എവിടെയും ഡിസിഷൻ എത്താൻ പറ്റിയിട്ടില്ല. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ 1/10 ഹൈക്കോടതിയിൽ കേസ് നടക്കുന്നത്. ഈ അന്വേഷണ സംഘത്തിലല്ല ആയിരുന്നോ നിങ്ങൾക്ക് അതിർത്തി? അതായത് ഈ നേരത്തെ ഉണ്ടായിരുന്ന ടീംസ് SIT-യിൽ ഞങ്ങൾക്ക് ഒട്ടും വിശ്വാസമില്ല. ക്രൈംബ്രാഞ്ചിൽ ഞങ്ങൾ വലിയ കുഴപ്പമില്ല. പിന്നെ ഞങ്ങൾ കുറച്ചുകൂടെ സാറ്റിസ്ഫൈഡ്. SIT ലീഡ് ചെയ്ത ആരായിരുന്നു? നേരത്തെ ഉണ്ടായിരുന്നത് പ്രകാശ് സാർ ആയിരുന്നു. അതായത് അവിടുത്തെ അദ്ദേഹത്തിന്റെ പോസ്റ്റ് മറ്റേ നേരത്തെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ADGP-യുടെ അണ്ടറിൽ തന്നെ വരുന്നൊരു അവരെന്ന് ആ വിങ്ങനായിരുന്നു ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ പ്രശ്നം എന്ന് വെച്ചാൽ നേരത്തെ SIT-യിൽ ഉണ്ടായിരുന്ന 10 പേരിൽ 8 പേരും നേരത്തെ നടക്കാവ് സ്റ്റേഷൻ ആ ടീമിലുണ്ടായിരുന്നതായിരുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും ഞങ്ങളിപ്പോ 1/10 ഞങ്ങൾ കേസിൽ ഹൈക്കോടതിയിൽ നടക്കുന്ന സമയത്ത് നമ്മൾ ക്രൈംബ്രാഞ്ചിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടതന്നെ നമ്മൾ നിൽക്കും. ഓക്കെ, അല്ല അവർക്ക് അവർ റിപ്പോർട്ട് ചെയ്തിരുന്നത് ആരെയാണ്? ഹലോ, ആ SIT സംഘം റിപ്പോർട്ട് ചെയ്തിരുന്നത് ആരെയാണ്? SIT നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന നടക്കാവ് സ്റ്റേഷനിൽ വെച്ചിട്ടായിരുന്നു നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ ഓക്കെ, അതിൽ വെച്ചിട്ടാണ് SIT നേരത്തെ റിപ്പോർട്ട് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും എഴുതിയിട്ട് തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇതിൽ ഈ SP-ക്കും പോലീസ് കമ്മീഷണർക്കും എന്ത് പങ്കുണ്ട് എന്ന് കരുതുന്നു അഡ്വക്കേറ്റ്? ഞങ്ങളിതിൽ നേരത്തെ ഞങ്ങൾ ആ വിങ്ങിൽ തൃപ്തരല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഞങ്ങൾ പോയത്. ആക്ഷൻ കമ്മിറ്റിയും ഫാമിലിയും എല്ലാം കൂടി ഞങ്ങൾ ഒരുമിച്ച് ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യാനുള്ള കാരണം അതാ. കാരണം 1 year ആയിട്ട് ഒരു റിസൾട്ട് വരുന്നില്ല, ഒരു അറസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അവർ 350 പേരെ എടുത്ത് ചോദ്യം ചെയ്തു എന്ന് പറഞ്ഞ് വലിയ റിപ്പോർട്ട്സ് ഉണ്ടെന്ന് പറയല്ലാതെ സാധാരണ അപ്ഡേറ്റ് ചെയ്യണ്ടേ? അവരുടെ ഫാമിലി മെമ്പേഴ്സിനെ വിളിച്ച് അവരെന്തൊക്കെയാ നടന്നിരിക്കുന്ന കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് അവർ ചെയ്യണ്ടേ? ഒരുപാട് പേരെ ഞാൻ മനസ്സിലാക്കി എന്താന്ന് വെച്ചാൽ അധിക പേരെയും അവർ ഫോണിൽ വിളിച്ച് സംസാരിച്ചതാണ്. ഓക്കെ, ഇപ്പൊ ഹൈക്കോടതി റിപ്പോർട്ട് ചോദിച്ചതിന് ശേഷം മാത്രമാണ് കാര്യങ്ങൾ കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിരിക്കുന്നത്. ഈ അന്വേഷണ സംഘം ഈ ഇദ്ദേഹത്തിന്റെ മാമിയുടെ ടെലിഫോൺ കേന്ദ്രീകരിച്ചു അത്തരത്തിലൊരു സയന്റിഫിക് അന്വേഷണത്തിലേക്കൊന്നും കടന്നിട്ടുണ്ടായിരുന്നില്ലേ ഒരു ഘട്ടത്തിലും? സ്റ്റാർട്ടിങ്ങിൽ അവരുണ്ടെന്ന് പറഞ്ഞു. കാരണം എന്താന്ന് വെച്ചാൽ ഇത് CC ക്യാമറയും ക്യാമറയും കാര്യങ്ങളും എല്ലാത്തിനും ഒരു ലിമിറ്റേഷനും ഇല്ലേ, സ്റ്റോറേജിന് കപ്പാസിറ്റി ഇല്ലേ? കാരണം 1 year കഴിഞ്ഞൊരു സാധനം വീണ്ടും വരുന്ന സമയത്തിലൊരു ബുദ്ധിമുട്ടില്ലേ? നമ്മൾ ഇത്രയും ഡിലേ വരുന്ന സമയത്ത്, കാരണം ഇത് നമ്മളിവിടെ സമയത്തോളം ശരിക്കും പറഞ്ഞാൽ കാലിക്കറ്റ് സിറ്റി ഹാർട്ട് ഓഫ് സിറ്റി CD ടവർ ആണ്. അതിന് ചുറ്റുവട്ടത്ത് ഒരുപാട് ക്യാമറകളുണ്ട്. നമുക്ക് എങ്ങനെ പോയി കഴിഞ്ഞാലും ആ സമയത്ത് കുറച്ചും കൂടെ കാര്യങ്ങൾ ഫാസ്റ്റ് ആക്കുമായിരുന്നെങ്കിൽ ഇത്ര വലിയ കാര്യങ്ങൾ കുറച്ചുകൂടെ സ്മൂത്തായി നടന്നേനെ. ഈ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ട്? ADGP തുടർച്ചയായി ഇടപെട്ടു എന്ന് കരുതുന്നുണ്ടോ നിങ്ങൾ? അല്ല, കാരണം തീർച്ചയായിട്ടും ഒരു തെളിവില്ലാതെ പറയത്തില്ലല്ലോ. കാരണം ഇത് അത് മാത്രമല്ല, അന്ന് ആക്ഷൻ കമ്മിറ്റി ഇവിടെ ഒരു ധർണ നടത്തിയിട്ടുണ്ടായിരുന്നു ബസ് സ്റ്റാൻഡിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് കാലിക്കറ്റ്. ആ സമയത്ത് അന്ന് ADGP കാലിക്കറ്റിലുണ്ട്. ആ സമയത്ത് അന്ന് വന്നിട്ടുണ്ട്. കാരണം ഞങ്ങൾ മനസ്സിലാക്കുന്ന വെച്ചാൽ വളരെ അന്വേഷണം ആ ഒരു സമയത്ത് ഒന്നും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ 10 മാസങ്ങളായിട്ട് എന്തെങ്കിലും ഒരു റിസൾട്ട് വരാത്തതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ കോടതിയെ സമീപിച്ചത്. ADGP അന്ന് കോഴിക്കോട് വന്നത് എന്തിനായിരുന്നു? കോഴിക്കോട് ഇതിന് അന്വേഷണത്തിന് വന്നു എന്നാണ് ഞങ്ങൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അതിനുശേഷം ഫാമിലിനെ വിളിക്കുകയെ അവരുടെ കാര്യങ്ങൾ സംസാരിക്കുക, എന്താണ് ഇതിന്റെ പ്രസന്റ് സിറ്റുവേഷൻ എന്താണെന്ന് പറയുകയൊന്നും ചെയ്തിട്ടില്ല. എപ്പോഴെങ്കിലും ഫാമിലിയിലെ ആളുകളുമായി അദ്ദേഹത്തിന്റെ ഒന്നുമില്ല. അവർക്ക് പല വിവരങ്ങളും പുറത്തുനിന്ന് കിട്ടുക എന്നല്ലാതെ അവർ ആരെയും വിളിക്കുക കാരണം ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു മിസ്സിംഗ് കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് കിഡ്നാപ്പിംഗ് സംശയം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കോടതി സ്റ്റേഷൻ എന്താ ചെയ്യുക? അവരെ ഫാമിലി മെമ്പേഴ്സിനെ വിളിച്ച് അപ്ഡേറ്റ് ചെയ്യണ്ടേ? കാര്യങ്ങൾ ഇങ്ങനെയാണ്, നമുക്ക് അതിനനുസരിച്ച് ഇത്ര ഡെവലപ്മെന്റ്സ് വന്നിട്ടുണ്ടെന്ന് പറയും. ഇതിലൊന്നുമില്ല. ഒരു ഡ്രൈവർ സെക്ഷൻ 41 പ്രകാരം നോട്ടീസിന് ഹൈക്കോടതി അയാളെ സ്റ്റേഷന് വിളിപ്പിച്ചപ്പോൾ അയാൾ ഹൈക്കോടതിയിൽ പോയി. നോട്ടീസ് എടുത്തു, ഫയൽ ചെയ്ത് ഇനി അയാളെ ഇല്ലാതെ വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഓർഡർ എടുത്തു. ഇതില് ഒരുപാട് പേരെ നമുക്ക് സംശയമുള്ള ലിസ്റ്റുകൾ തന്നെ പലതും കൊടുത്തിട്ടുണ്ട്. അവരെയൊക്കെ വിളിപ്പിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യണമായിരുന്നു. നിങ്ങൾക്ക് സംശയമുള്ളവരിൽ ഈ കമ്മീഷണറും SP ഉണ്ടോ?
അല്ല ഇല്ല അതൊന്നുമില്ല. ഞങ്ങൾ ജസ്റ്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അല്ല, അല്ലാത്ത രീതിയിൽ തന്നെ ഞങ്ങൾക്ക് അല്ല, പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഇടപെടൽ നടത്തിയെന്ന് തോന്നുന്നതിൽ SP യും കമ്മീഷണറുണ്ടോ ഈ കേസ് മെല്ലപ്പോക്കാക്കുന്നതിൽ? ഇല്ല, ഞങ്ങൾ അതായത് അവർക്ക് സ്വാധീനമുള്ളവരാണ് നമ്മൾ. സംശയമുള്ളവർ, ഞങ്ങൾക്ക് സംശയമുള്ളവർക്ക് സമുദായത്തിൽ അത്രയും സ്വാധീനങ്ങളും ഉള്ളവരാണത്. അതിൽ മാറ്റമൊന്നുമില്ല. ഈ നിലവിലത്തെ അന്വേഷണത്തിൽ നിങ്ങൾ തൃപ്തരാണ് അല്ലേ? ഇപ്പൊ നിലവിലുള്ളത് ഞങ്ങൾ തൃപ്തരാണ്. അവര് എന്തായാലും ഞങ്ങളുടെ വിശ്വാസപ്രകാരം അടുത്ത മാസം 1-ാം തീയതി ഹൈക്കോടതിയിൽ അവർ റിപ്പോർട്ട് കൊണ്ടുവരുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങൾ. അതിനൊട്ടും സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ കുടുംബം എന്തായാലും CBI ആവശ്യപ്പെടും. ഇപ്പോഴത്തെ അന്വേഷണ സംഘം ഈ കുടുംബവുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടോ? ഞങ്ങളെ ലാസ്റ്റ് അതെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്ഡേഷൻ തരുന്നുണ്ട്. അതെ. ശരി. ഓക്കെ, താങ്ക് യു സോ മച്ച്. അഡ്വക്കേറ്റ് റഫ്താസ് ആണ് പ്രതികരിച്ചത്.